ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 84 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവുമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഒട്ടും ബലമില്ലാത്തതും വിലയില്ലാത്തതുമായ ഒരു പക്ഷിയാണ് മീവൽ പക്ഷി. പക്ഷേ ബലമില്ലാത്ത വിലയില്ലാത്ത ഈ പക്ഷി താൻ ബലമായി കാണുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ആമേൻ. തനിക്കറിയാം, ആലയത്തിൽ താൻ വസിച്ചാൽ അപകടമില്ല, സുരക്ഷിതമാണ്. സ്തോത്രം. ആ പക്ഷിയുടെ ബുദ്ധി എത്ര വലുതാ! വേറെ ഒരിടത്തും താൻ സുരക്ഷിതയല്ല, പക്ഷെ ആലയത്തിൽ താൻ സുരക്ഷിതമാണ്. ആമേൻ. ആമേൻ. അതിൽ നിന്നൊരു സന്ദേശമാണ് കർത്താവ് നമുക്ക് തരുന്നത്. എന്താ? ബലമില്ലേ, വിലയില്ലേ, സുരക്ഷിതമായൊരിടമുണ്ട്. അത് ആലയമാണ്. ആലയം എന്ന് പറഞ്ഞാൽ എന്താ? ആലയത്തെ ആലയമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആമേൻ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. പഴയ നിയമത്തിലൊരു ചരിത്രമുണ്ട്. ഒരു സ്ത്രീ രാജകുടുംബത്തിൻ്റെ എല്ലാ രാജകുമാരന്മാരെയും കൊന്നു. എന്നാൽ അതിൽ ഒരു കുഞ്ഞിനെ, യോവാഷ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പുരോഹിതന്മാരെടുത്ത് ആലയത്തിൽ വളർത്തി. ആ മകനാണ് പിന്നത്തേതിൽ രാജാവായി മാറ്റപ്പെട്ടത്. ഒരു കുഞ്ഞ് സുരക്ഷിതമായി കണ്ട സ്ഥലം വേറെ ഒരിടവുമല്ല, ആലയമാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നൊരു ദൂത്, ഒത്തിരി ബലമില്ലേ, ശക്തിയില്ലേ, കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കുക. ഹന്ന എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ആ അമ്മ, മാനസികമായി തളർന്നു പോയ മാതാവ്, അകത്ത് കയറി വന്ന ടെൻഷനെ മാറ്റാൻ കണ്ട ഇടം ആലയമാണ്. ആമേൻ. ആ പ്രാർത്ഥനയുടെ അവസാനം കണ്ടോ? താൻ മുതൽ ബേർഷേവ വരെ ഒരു വിശ്വസ്ത പ്രവാചകനെയാണ് പുറത്തു കൊണ്ടുവന്നത്. ആമേൻ. ദൈവത്തോട് കൂടെ ചെലവഴിച്ചാൽ ചിലതിനെ നീ പുറത്തു കൊണ്ടുവരും. ലോകത്തിന്, സമൂഹത്തിന്, രാജ്യത്തിന്, വരും തലമുറകൾക്ക് അനുഗ്രഹമായ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിന്നെ സഹായിക്കും. സെയിം പുതിയ നിയമത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ഹന്നയെ കാണാം. വിധവയാണ്, അനാഥയാണ്, പക്ഷെ അവൾ ശരണം കണ്ടെത്തിയത് ആലയത്തിലാണ്. ആമേൻ. അവൾ പ്രവാചികയായി മാറ്റപ്പെട്ടു.
ഞാൻ നിങ്ങളോട് പറയുന്നു, സമയം വെറുതെ കളയരുത്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ തുടരുക. നിങ്ങളുടെ ആലയം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അസാധാരണ തിരിവിൻ്റെ സ്ഥലമാണ്. ആലയത്തെ ആലയമാക്കുന്നത് അവിടുത്തെ ദൈവസാന്നിധ്യവും വചനവും പ്രാർത്ഥനയും ആരാധനയുമാണ്. ആ ഒരു ഉള്ള ഇടം നിങ്ങൾ അധികം ചൂസ് ചെയ്താൽ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും. ഇവിടെ പറയുകയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. നിത്യം സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം മാറത്തില്ലേ? പെരുവറുത്തുകൊണ്ടിരിക്കുന്നല്ല, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ല, സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതിക്കുന്നവൻ അവൻ്റെ ജീവിതം ടോട്ടലി മാറിയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കുറേ നാളുകളായിട്ട് വേണ്ട വിധത്തിൽ നിന്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഓർഡർ ആകുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ദൈവവുമായുള്ള ബന്ധത്തിൽ കയറുക. ആലയവുമായി കണക്റ്റഡ് ആകുക. ദൈവസഭയുമായുള്ള ബന്ധം നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി മാറ്റും കേട്ടോ. ചർച്ചസിനകത്തൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഓർത്ത് നീ മാറി നിൽക്കരുത്. സ്തോത്രം ചെല്ലുക, സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. നീ സുരക്ഷിതയായിരിക്കും, നീ സുരക്ഷിതനായിരിക്കും. നിങ്ങളുടെ കൂട്ടായ്മയെ സ്നേഹിക്കുക, നിങ്ങളുടെ ചർച്ചിനെ ബഹുമാനിക്കുക. ആ കൂട്ടായ്മയിൽ നിങ്ങൾ തുടരുക. കർത്താവ് പറയുന്നു, വിലയില്ലാത്ത ബലമില്ലാത്ത നിങ്ങൾ ബലവാന്മാരായി മാറ്റപ്പെടും, അത്ഭുത വിഷയമായി മാറും. ഒരു സെന്റൻസിൽ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നു. ആലയത്തിൽ തുടർന്ന യോശുവ ലീഡറായി മാറി. ആലയത്തിൽ തുടർന്ന ശമൂവേൽ പ്രവാചകനായി മാറി. ആലയത്തിൽ തുടർന്ന യോവാഷ് രാജാവായി തീർന്നു. നിന്നെ എന്തെങ്കിലുമൊക്കെ അത്ഭുത വിഷയമാക്കിയേ മാറ്റൂ ദൈവത്തിൻ്റെ ആലയം. യെസ്, സഭയെ സ്നേഹിക്കാം. നിങ്ങളുടെ ബലഹീനതകളെ ബലമാക്കി മാറ്റാം. നിങ്ങളുടെ ചർച്ചിനെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ അഭിഷിക്തനെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യണം. ഇന്നലകളിൽ നിങ്ങളെ കൈപിടിച്ച് നടത്തിയ ദൈവമനുഷ്യരെ ഓർത്ത് സ്തോത്രം ചെയ്യണം കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമാണ്. നന്മകൾ കിട്ടുമ്പോൾ അവരെയൊക്കെ ഒന്ന് ഓർക്കുകയും ഓണർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഏറ്റവും മഹത്വകരമായത് അങ്ങയുടെ സാന്നിധ്യമാണ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കർത്താവെ, അങ്ങയുടെ സഭയെ ഞങ്ങൾ കർത്താവെ സ്നേഹിക്കുന്നു. യേശുപ്പ, കർത്താവെ, ഞങ്ങളെ വചനത്തെ നയിച്ച അഭിഷിക്തന്മാരെല്ലാം ഞങ്ങൾ ഓർക്കും. കർത്താവെ, യേശുപ്പ, അധികമായി അങ്ങയുടെ സാന്നിധ്യത്തിൽ ചിലവെടുപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. സഭയെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടായ്മയെ സ്നേഹിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം കർത്താവ് ബലമായി മാറ്റപ്പെടുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം അങ്ങയുടെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട ഓരോ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആലയം, നിങ്ങളുടെ കൂട്ടായ്മ ഏറ്റവും ശക്തമായിരിക്കട്ടെ. തനിച്ച് ഇരിക്കരുത്, തനിച്ച് തുടരരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയോടൊക്കെ കർത്താവ് സംസാരിക്കുക, തുടരുക. ആമേൻ. കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കും. ആലയത്തിൽ വസിക്കുന്നവർ നിത്യം സ്തുതിക്കും. ഇവർക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് കൊടുത്ത കൂട്ടായ്മയ്ക്കായും ആലയത്തിനായും ദൈവജനത്തിനായിട്ടും സ്തോത്രം. ആ ബന്ധം ശക്തമാകട്ടെ. കർത്താവെ, അവർ ബലഹീനരാണെങ്കിലും ബലപ്പെടുത്തുന്ന ആ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവ് കൂടെ ഉണ്ടേ. ഗോഡ് ബ്ലെസ് യു.